ഇതിരിക്കുന്ന സിനിമ അറിയാവുന്ന ആരും നിഷേധിക്കില്ല. സ്ത്രീകളായിട്ടുള്ള സ്ത്രീകൾ എല്ലാവരും സിനിമയിലെത്തുമ്പോൾ ഒരുപാട് തരം ചോദ്യങ്ങൾ നേരിടേണ്ടി വരും. തരുമോ, കിട്ടുമോ, കൊടുക്കുമോ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ നേരിടും. ഒരു വലിയ പ്രസിദ്ധമായൊരു വരിയുണ്ട്, താടി വളർത്താം. നല്ല താടി എന്നൊക്കെ പറയുന്നത് പോലെ, കാതിലോല നല്ല താടി എന്നൊക്കെ പറയുന്നത് പോലെ ആലങ്കാരികമായിട്ടാണ് താടി വളർത്താം, താടി വളർത്താം. അങ്ങനെ ഒക്കെ ഉള്ള ചാൻസൊക്കെ സിനിമയിൽ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ ഇതെല്ലാം ഇത് ചിരിക്കണം, കരയണം, തമാശയാണ്. സിനിമ ചെയ്യാനാണല്ലോ വന്നത് പറഞ്ഞ് ഇതിങ്ങനെ വലിച്ച് നേരിട്ട് ഇതെങ്ങനെ ഒഴിവാക്കാം, സിനിമ ഒഴിവാക്കി ആൾക്കാരെ ഒഴിവാക്കി ചിലപ്പോൾ വഴക്കിട്ട് ചിലപ്പോൾ കളിയാക്കി അങ്ങനെ ഒരു ഓരോത്തിലേക്ക് നടന്ന് പോകാനായിട്ട് ഗോഡ് ഫാദേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് സിനിമയുടെ ഏതെങ്കിലും ടോപ്പ് ലെവലിലൊന്നും എത്താനേ പറ്റില്ല. നമ്മളെപ്പോഴും ഒന്നോ രണ്ടോ അതിലേക്ക് അത്യാവശ്യം ഒന്നോ രണ്ടോ സിനിമ സീനിലെ ക്യാരക്ടറിന് വേണ്ടി വിളിച്ചിരുന്ന ഒരു ഓരത്തൂടെ പോകുന്ന ചില ആൾക്കാരായി നമ്മളെ കണ്ടിപ്പിടിക്കുകയും നിലനിർത്തിക്കുകയും ഒക്കെ ചെയ്യും. ഇപ്പോൾ സിനിമയിൽ മാറ്റമുണ്ട് കേട്ടോ. ഞാൻ ഇതിന് മുമ്പാണ് പറയുന്നത്. മാറ്റപ്പെട്ടി വന്നതിൻ്റെ ഒരു ഗുണമാണത്. അങ്ങനെ അല്ലാതെ ഒരു ചെറുപ്പക്കാരുടെ ഒരു വരവൊക്കെ ആയിരിക്കാം, വലിയ വ്യത്യാസം സിനിമയിലുണ്ട്. എന്നാലും നടന്നിരുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. എത്ര ഇതാണെങ്കിലും ആ ചോദ്യം ഒരു സിനിമ സെറ്റ് കഴിയുന്നതിന് മുമ്പ് ആരെങ്കിലും ഒക്കെ നമ്മുടെ അടുത്ത് വന്നിട്ട് അങ്ങനെ അങ്ങനെ ചോദിക്കുന്നത് നമ്മളിങ്ങനെ കേൾക്കണമല്ലോ. അങ്ങനെ ഒരു സാധനം നമ്മൾ കടന്നു പോയി തന്നെ സിനിമയിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ സിനിമയിൽ ഉണ്ടായിരുന്നു 100%. ഇപ്പൊ പേടിയാണ്, ആൾക്കാരങ്ങനെ ചോദിക്കുന്നില്ല. ആൾക്കാർക്ക് പേടിയാണ്, ഭയമാണ്, ആരോടാണ് ചോദിക്കുന്നതെന്നുള്ള കൃത്യമായ ബോധമുണ്ട്. അവരങ്ങനെ ചോദിക്കാൻ ധൈര്യപ്പെടുന്നില്ല. ഒരുപാട് മാറ്റം സിനിമയിൽ ആൾക്കാർക്ക് സംഭവിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആരും അല്ലെ അത് സമ്മതിക്കാതിരിക്കാൻ കാര്യമില്ല. അപ്പം ഇവർക്കൊക്കെ സിനിമ നന്നായിട്ടാണ്. എല്ലാവരും ഈ സത്യങ്ങളെല്ലാം തന്നെ മൂടിപ്പൊളിച്ച് കോമഡി തമാശകളൊക്കെ ഇതിന്റെ ചുറ്റിലാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ പറയാൻ വരുന്ന വിഷയം അതേയല്ല. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് സിനിമാക്കാരെ കുറിച്ച് ഇങ്ങനെ സിനിമയിൽ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട് നടക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇന്ന് സിനിമയിൽ ജീവിക്കുന്ന സിനിമയിൽ വയ്ക്കുന്ന മുഴുവൻ ആൾക്കാരും മോശക്കാരാണെന്ന് സമൂഹത്തിൽ ഒരു പൊതുബോധം ഉണ്ടാക്കാൻ മാത്രമാണ് നിയമ കമ്മിറ്റിയെ കുറിച്ചുള്ള ചർച്ച വഴി വെച്ചത്. വേറെ ഒരു ഗുണവും അത് ഉണ്ടാക്കിയിട്ടില്ല. മീഡിയ ഉണ്ടാക്കിയിരുന്നു. നല്ല ഉദ്ദേശത്തിലായിരിക്കാം അവർക്ക് സിനിമയിൽ ഇങ്ങനെയുള്ള പ്രവണതകൾ ഒഴിവാക്കാൻ വേണ്ടി നടത്തിയ ചർച്ചകൾ കൊണ്ട് സംഭവിച്ചത്. ഒരു ദിവസം കോസ്റ്റ്യൂമിന്റെ ആൾ പറയുകയാണ്, ചേച്ചി വീട്ടിൽ പോകാൻ നോക്കിയില്ല. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർ സിനിമയിലാണല്ലേ എന്ന് പറയുന്നു. ഒന്ന് കഷ്ടം ചേച്ചിക്കാൻ ഇത്ര നടുപൊളിച്ച് ഇത്രയും വർഷം രാവിലെ രാത്രികൾ ജോലി ചെയ്ത് നമ്മൾ ഇതാണ് കേൾക്കുന്നത്. ഒരു മേഖല എല്ലാവരും ഇങ്ങനെയൊന്നും അല്ലല്ലോ. കുറച്ച് ഹൈ പ്രൊഫൈലായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ സിനിമയിലെ സംവിധായകർക്കോ അല്ലെങ്കിൽ നടന്മാർക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ടോപ്പ് ലെവലിൽ ആൾക്കാർ ചെയ്യുന്ന ചില അക്രമങ്ങൾ സിനിമ എന്ന് പറയുന്ന വലിയ കമ്മ്യൂണിറ്റിയെ മുഴുവൻ വളച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ 2017 ഫെബ്രുവരി മാസത്തിലാണ് നടി ആക്രമിക്കപ്പെടുന്നത്. അവിടെ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ആശങ്കയും സ്ത്രീകളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ചർച്ചയും പ്രശ്നങ്ങളും ഓരോരുത്തരും അവരവരുടെ അനുഭവങ്ങൾ തുറന്നു പറയുകയും ഇപ്പൊ എല്ലാവരും അനുഭവിക്കുന്ന ഒരുപാട് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ള തിരിച്ചറിയിൽ നിന്നാണ് WCC രൂപീകരിക്കപ്പെട്ടത്. ഞാൻ WCC അംഗമല്ല, പക്ഷെ അതിനകത്തുള്ള കാര്യങ്ങൾ അവര് ഒരുപാട് പേരെ ചേർത്താലും ഇതിന്റെ ശക്തി ചോദിക്കുന്നുള്ളതുകൊണ്ട് അവർക്ക് വിശ്വാസമുള്ള കുറച്ച് പേർക്ക് സിനിമയെ കാണുകയും ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളെ കുറിച്ച് മാറ്റം വരുത്തേണ്ടതുണ്ടെന്നും അതിൽ ആധികാരികമായി ഒരു പഠനം വേണമെന്ന് പറയുകയും. ശരി, അത് ഞാനപ്പോ എന്താണ് ഹേമ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ ഉണ്ടായിരുന്ന 7 ലക്ഷ്യങ്ങൾ ടേംസ് ഓഫ് റെഫറൻസ് എന്താണ് നമുക്ക് ആദ്യം അതിലേക്ക് പോയാലും ഇതിനുള്ള മനസ്സിലാവും. ഒന്ന്, സ്ത്രീകളുടെ ഇഷ്യൂസ് ഫേസ്ഡ് ബൈ വിമൻ. നമ്മൾ അവിടെയാണ് കാര്യങ്ങൾ എത്തിക്കുന്നത്. അത് മാത്രം മുഴുവൻ പോലും നമ്മൾ ചർച്ച ചെയ്ത് തീർക്കില്ല. ആ ഇഷ്യൂ ഉണ്ടോ ഇല്ലയോ, ആരാണ് അത് ചെയ്തത്, ആരാണ് അങ്ങനെ പറഞ്ഞത് എന്ന് പറയുന്ന ആ കൗതുകത്തിനപ്പുറത്തേക്ക് ഹേമ കമ്മിറ്റിയുടെ ഒരു ചർച്ചയും നീണ്ടിട്ടില്ല എന്നുള്ളതാണ് അത് വലിയ സത്യം. അങ്ങനെ മലയാള സിനിമ ആരംഭിക്കുന്നത് സ്ത്രീ വിരുദ്ധതയിലും കീഴാള വിരുദ്ധതയുമാണ്. ആ കീഴാള വിരുദ്ധതയും ദളിത് വിരുദ്ധതയും ഒക്കെ ഇന്നും വലിയ മാറ്റമില്ലാതെ വരുന്നുണ്ട്. നമ്മുടെ സിനിമകളിലെ ഓരോ സംഭാഷണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒട്ടേറെ പോയാത്ത സ്ത്രീ വിരുദ്ധതയും കീഴാള വിരുദ്ധതയും ഇന്നും നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. എത്ര സംഭാഷണങ്ങളാണ് നമ്മൾ എടുക്കുന്നത്, എത്രമാത്രം
ദ്വയാർത്ഥ പ്രയോഗമുള്ള അശ്ലീല പദപ്രയോഗമുള്ള ഡയലോഗുകളാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. എത്രമാത്രം ദളിത് വിരുദ്ധമായ ഡയലോഗുകളാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഇതിനെ ഒന്നും ഒരു സെൻഷർ ചെയ്യാനുള്ള ഒരു ആർജവം നമുക്ക് ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പേരുകൾ പറയാതിരിക്കുന്നത് കോടതിയുടെ ഒരു ഉത്തരവുണ്ട്. ഒളിക്കേണ്ട കാര്യങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്നു. അത് നമ്മുടെ രാജ്യ സ്നേഹവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളുണ്ട്. എന്തായാലും എനിക്ക് ശേഷം സജീവമായ ചർച്ചകളുണ്ടായിരിക്കും. ഡോക്ടർ ബിജെപികളെ ചാടി വീഴാതിരിക്കുക. അല്ലെ എന്നെ ആക്രമിക്കാൻ കിട്ടുന്ന ഒരവസരവും ബിജു പാഴാക്കില്ല. പിന്നെ പാർവതി, മാലാ പാർവതി, നിങ്ങൾക്കറിയാം, അവരെ ഞാനും ഹ്യൂമനിസ്റ്റിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു. ഒത്തിരി ക്വാളിറ്റി ഉണ്ടായില്ല. അത് അവരുടെ പ്രസംഗങ്ങളിലൂടെ നിങ്ങൾക്ക് കാണാനും കേൾക്കാനും കഴിയും. ഞാനിവിടെ ജസ്റ്റിസ് കേരള കമ്മിറ്റി റിപ്പോർട്ടും മലയാള സിനിമയെയും കുറിച്ച് പൂർത്തിയാക്കാത്ത ഒരു പ്രഭാഷണമാണ് നടത്താൻ പോകുന്നത്. പൂർത്തിയാക്കാത്തതെന്ന് പറയാൻ കാരണം അത് പൂർത്തിയാക്കേണ്ടത് ഡോക്ടർ ബിജു, പാർവതിയും നിങ്ങളെല്ലാവരും കൂടിയാണ്. അതെന്നെ ഒക്കടപെടും. എന്താണ് ഹേമ? എന്തിനാണ് ഹേമ? വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഹേമാക്കറ്റിയെ കുറിച്ച് അറിയുമായിരുന്നുള്ളൂ. നിരവധി കമ്മീഷനുകളും കമ്മിറ്റികളും സർക്കാരിൻ്റെതായി ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട്. ഞങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാൻ ആളുണ്ട്. അത് 3 സ്ത്രീകളുണ്ട്, 3 തരത്തിൽപ്പെട്ടവര്. അവരോട് ഞങ്ങൾക്കെല്ലാം തുറന്ന് പറയാം, പേടിക്കണ്ട. ആ പറയുന്ന കാര്യങ്ങളെല്ലാം രഹസ്യമായിരിക്കും എന്ന് അവർ പറഞ്ഞു. അതിന്റെ പേരിൽ കുറച്ച് പേരെന്ന് പറഞ്ഞാല് ഒരു 20% മാത്രമേ കേരള കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം അവർ മൊഴി കൊടുത്തിട്ടുള്ളൂ എന്നാണ്.